نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون സ്നേഹ സമ്പന്നരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സഹോദരന്മാരെ സഹോദരിമാരെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൽ ഉടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തണം എന്ന് സ്വന്തത്തെ മറക്കാതെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെയും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ സച്ചരിതരായ മുൻഗാമികൾ ജീവിതത്തെ ക്രമീകരിച്ചതുപോലെ ക്രമീകരിച്ച് നാളെ സ്വർഗം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മുടെ ജീവിതത്തിലേക്ക് അനിവാര്യമായ ഒട്ടനവധി ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടാണ് ഈ ഭൂമിയോട് യാത്രയായിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുള്ള ഉപദേശങ്ങളും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താക്കീതുകളും ഒട്ടനവധിയുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വസിയ്യത്തുകൾ എന്ന് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള ഒട്ടനവധി ഉപദേശങ്ങൾ നമുക്ക് ഹദീസിന്റെ താളുകളിൽ നമുക്ക് കാണാം. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് നടത്തിയ ഉപദേശം ഹദീസിന്റെ താളുകളിൽ കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്ന ഭാഗം നമുക്കിങ്ങനെ കാണാം. ഏറ്റവും ഉപകാരപ്രദമായ 5 നിർദ്ദേശങ്ങൾ, 5 ഉപദേശങ്ങൾ ഒരു വിശ്വാസിക്ക് ലഭിക്കേണ്ട സുപ്രധാനമായ 5 ഉപദേശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിനെ സ്വീകരിച്ചിട്ടുള്ള, ഉൾക്കൊണ്ടിട്ടുള്ള ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് യഥാർത്ഥ രൂപത്തിൽ പിൻപറ്റി ജീവിക്കണമെന്ന് താല്പര്യപ്പെടുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നാളെ പരലോകത്ത് ജീവിക്കാൻ അല്ലെങ്കിൽ പരലോകത്ത് വിജയിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഉപദേശമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയിട്ടുള്ളത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, അബൂ ഹുറൈറ
പരലോകത്ത് വിജയിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ചില ഉപദേശങ്ങൾ താങ്കൾക്ക് നൽകട്ടെയോ? ഇസ്ലാമിക ചരിത്രങ്ങളെടുത്ത് പരിശോധിച്ചാൽ സ്വഹാബത്ത് അവരുടെ ജീവിതം നമുക്ക് കാണാം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഉപദേശം ലഭിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദീനായ ഒരു കാര്യം പറയുന്നു എന്ന് കേട്ടാൽ രണ്ട് ചെവികളും കൂർപ്പിച്ച് അള്ളാഹുവിന്റെ റസൂലിന്റെ ചുണ്ടുകളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. കഅന്ന അലാ റൂസിന ത്വയ്ർ, ഞങ്ങളുടെ തലയിൽ ഒരു പക്ഷി വന്നിരുന്നാൽ ആ പക്ഷി പറന്നു പോകാത്ത വിധം തല അനക്കാതെ പിടിച്ച് ഞങ്ങൾ ഹബീബിന്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുമായിരുന്നു എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്ത് ദീന് കേട്ടിരുന്ന ഒരു ശൈലിയാണ്. സൊഫായി അണിയായിരുന്നവർ ദീന് കേൾക്കുമായിരുന്നു. അങ്ങനെയുള്ള സ്വഹാബികൾ, പ്രത്യേകിച്ച് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകളോട് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, നിനക്ക് ഉപദേശം നൽകട്ടെയോ? അതും പരലോകത്ത് വിജയിക്കാൻ പറ്റുന്ന ഉപദേശം. അതിലെ ഒന്നാമത്തെ ഉപദേശം ഇത്തഖീ മഹാരിം. പ്രിയമുള്ള സഹോദരങ്ങളെ, അടിവരയിടേണ്ട ഒരു വാക്ക്, അള്ളാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് ഇത്തരം ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പകർത്തിക്കൊണ്ടാണ്. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, അള്ളാഹുവിന്റെ റസൂലെ അവരോട് പറഞ്ഞുകൊടുക്ക്, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണം, അള്ളാഹുവിന്റെ റസൂലിനെ നിങ്ങൾ പിൻപറ്റണം, എങ്കിൽ യുഹിബ്ബുകുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെയും ഇഷ്ടപ്പെടുന്നതാണെന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നവർക്കാണ് അള്ളാഹുവിന്റെ ഇഷ്ടം നേടാൻ സാധിക്കുകയുള്ളൂ എന്ന ആയത്ത് ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഉപദേശങ്ങൾ നമ്മൾ സ്വീകരിക്കണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ ഉപദേശം ഇത്തഖീ മഹാരിം. അബൂ ഹുറൈറ, നീ ഹറാമുകളെ നീ സൂക്ഷിക്കണം, ഹറാമുകളെ നീ സൂക്ഷിക്കണം. തകുൻ, അങ്ങനെ നീ സൂക്ഷിച്ചാൽ നിനക്കാകാം അഅബദന്നാസ്, ജനങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ല ദാസനായി നിനക്ക് മാറാം, നല്ലൊരു അടിമയായി നിനക്ക് മാറാം, നല്ല ഒരു ദാസനായി നിനക്ക് മാറാം. എന്തുണ്ടെങ്കിൽ ഹറാമുകളെ നീ സൂക്ഷിച്ചാൽ. സഹോദരങ്ങളെ, സാമ്പത്തിക രംഗത്തുള്ള ഹറാമ് മാത്രമല്ല, അള്ളാഹുവിന്റെ റസൂലും പരിശുദ്ധ ഖുർആനും ഹറാമായി ഏതെല്ലാം കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ സകല വിഷയങ്ങളും ഈ ഒരൊറ്റ വാക്കിൽ ഉൾക്കൊണ്ടു എന്നർത്ഥം. എല്ലാ മേഖലയിലും ഹറാമായി പരിശുദ്ധ ദീന് വിധിച്ചിട്ടുള്ള എല്ലാ വിധികളിലും സൂക്ഷ്മത പാലിക്കുന്നവരാകണം. ഇത്തഖീ മഹാരിം, നീ ഹറാമുകളെ നീ സൂക്ഷിക്കണം, നിന്റെ ജീവിതത്തിലേക്ക് ഹറാമ് കടന്നു വരാതെ നീ സൂക്ഷിക്കണമെന്നാണ്. പക്ഷേ പലിശയുമായി ബന്ധപ്പെടാത്ത എത്ര ആളുകളുണ്ട് നമ്മുടെ നാടുകളിൽ? ഒന്ന് പരിശോധിച്ചു നോക്കാം. നമ്മുടെ ജീവിതത്തെ ലോൺ എടുക്കുന്നവർ, സ്വർണ്ണക്കടകളിൽ ഇടപാട് നടത്തുന്നവർ, അതുപോലെ തന്നെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയിട്ടുള്ള ലോണുമായി ബന്ധപ്പെട്ട അല്ലാത്ത മേഖലയിൽ കച്ചവട രംഗത്തെ ഹറാമ് സമ്പാദിക്കുന്ന, ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തി ഹറാമ് സമ്പാദിക്കുന്ന എത്രയെത്ര മനുഷ്യന്മാർ നമ്മുടെ ജീവിതത്തിലുണ്ട്, നമ്മുടെ നാടുകളിലുണ്ട്. പരിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ചത്, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ലാ തഅകുലു അംവാലകും ബൈനകും ബിൽ ബാത്തിൽ, നിങ്ങൾ ഹറാമ് തിന്നരുത്, അന്യന്റെ മുതലിന് നിങ്ങൾ തിന്നരുതെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു. പലിശയുമായി ബന്ധപ്പെട്ട് പറഞ്ഞിടത്ത് അഹല്ലല്ലാഹുൽ ബൈഅ വഹറമർ റിബ. അഹല്ലല്ലാഹുൽ ബൈഅ, കച്ചവടം അല്ലാഹു നിങ്ങൾക്ക് ഹലാലാക്കിയതാണ്. വഹറമർ റിബ, പലിശ നിങ്ങൾക്ക് ഹറാമാണ്. അല്ലദീന യഅകുലൂന റിബ ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമുൽ ലദീ യതഖബ്ബതുഹു ശൈത്വാനു മിനൽ മസ്. പലിശ തിന്നുന്നവനെ കുറിച്ച് ഖുർആൻ പഠിപ്പിച്ചത്, പലിശ തിന്നുന്നവർ അവർ പിശാചുബാധ ഏറ്റവർ ഉരുണ്ടും മറിഞ്ഞും എഴുന്നേൽക്കുന്നത് പോലെ നാളെ റബ്ബിന്റെ കോടതിയിൽ ഉയർത്തെഴുന്നേൽപ്പിക്കുമ്പോ അവർ ഉരുണ്ടും മറിഞ്ഞും എഴുന്നേറ്റ് വരുമെന്ന് പലിശയുമായി ബന്ധപ്പെടുന്നവരെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇങ്ങനെ നമുക്ക് എല്ലാ മേഖലയും എടുക്കാം. ഹറാമായത് കാണുന്നവർ, ഹറാമായത് കേൾക്കുന്നവർ, നിന്റെ കണ്ണുകൊണ്ട് നീ ഹറാമ് കാണരുതെന്ന് പരിശുദ്ധ ഖുർആൻ വിധിച്ചതാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, കണ്ണുകൊണ്ടുള്ള ഹറാമായ കാഴ്ച അത് കണ്ണുകൊണ്ടുള്ള വ്യഭിചാരമാണ്.
നോക്കൂ നിങ്ങൾ, കണ്ണുകൊണ്ടുള്ള വ്യഭിചാരം എന്ന് പറഞ്ഞാൽ പിന്നെ അത് കാണലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കാതുകൊണ്ടുള്ള വ്യഭിചാരം അൽ-ഇസ്തിമാ, ഹറാം കേൾക്കലാണ്. നാവ് കൊണ്ടുള്ള വ്യഭിചാരം അൽ-കലാം, ഹറാം സംസാരിക്കലാണ്. ഇത് കേൾക്കാത്തവരാണോ? ജീവിതത്തിൽ ഒറ്റക്കൊരു റൂമിലിരുന്നാൽ തന്റെ കയ്യിലുള്ള മൊബൈലിന്റെ സ്ക്രീനിൽ മിന്നിമറയുന്ന വൃത്തികേടുകളുടെ ആ ഒരു ആഴത്തിലേക്ക് മനുഷ്യൻ അകപ്പെട്ടു പോയി എന്നുള്ളത് സംശയമില്ലാത്ത വിഷയമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത്തഖി മഹാരിം, ഹറാമുകളെ നിങ്ങൾ സൂക്ഷിക്കണം. ഹറാമുകളെ നിങ്ങൾ സൂക്ഷിക്കണമെങ്കിൽ തകുൻ, നിങ്ങൾക്കാവാം അഅബദന്നാസ്, ജനങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ല ദാസനായി നിനക്ക് മാറാം. രണ്ടാമത്തെ ഉപദേശം നോക്കൂ നിങ്ങൾ, വർള ബിമാ ഖസമല്ലാഹു ലക്, വർള ബിമാ ഖസമല്ലാഹു ലക്, അല്ലാഹു നിങ്ങൾക്ക് തന്നതിനെ നിങ്ങൾ തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കണം. പടച്ച റബ്ബ് തന്നത് തൃപ്തിപ്പെടുന്ന ഒരു സാഹചര്യം, ഒരു അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ തകുൻ, നിനക്കാവാം അഗ്നന്നാസ്, ജനങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ല ധന്യതയുള്ളവനായി നിനക്ക് മാറാം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പറഞ്ഞത് തകുൻ അഅബദന്നാസ്, ഏറ്റവും നല്ല ദാസനാവാമെന്നാണ്. രണ്ടാമത്തെ പ്രയോഗം, അല്ലാഹു തന്നതിനെ തൃപ്തിപ്പെട്ട് നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ തകുൻ അഗ്നന്നാസ്, നിങ്ങൾ ജനങ്ങളുടെ കൂട്ടത്തിൽ ധന്യതയുള്ളവരായി നിങ്ങൾക്ക് മാറാൻ കഴിയുമെന്നാണ്. ധന്യതയുള്ള ഒരു വ്യക്തിയായി മാറണമെങ്കിൽ അല്ലാഹു തന്നത് തൃപ്തിപ്പെടണം. പലപ്പോഴും കിട്ടിയത് പോരാ എന്ന മാനസികാവസ്ഥയാണ് മനുഷ്യൻ്റെത്. പരാതികളും അതേപോലെ തന്നെ പ്രാരാബ്ധങ്ങളും ജീവിതത്തിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന പ്രകൃതം. സഹോദരങ്ങളെ, ഉള്ളതിൽ തൃപ്തിപ്പെടുന്ന സ്വഭാവമുണ്ടോ? 10 രൂപ എന്റെ പോക്കറ്റിലുണ്ടെങ്കിൽ ഒരു വിശ്വാസി ചിന്തിക്കേണ്ടത് എങ്ങനെയാണെന്നറിയുമോ? ഈ 10 രൂപ ഇല്ലാത്ത എത്ര ആളുകളുണ്ട് ഭൂമിയിൽ എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉൻദുറൂ ഇലാ മൻ ഹുവ അസ്ഫല മിൻകും, നിങ്ങൾ നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്ക് നിങ്ങൾ നോക്കണം. വലാ തൻദുറൂ ഇലാ മൻ ഹുവ ഫൗഖകും, നിങ്ങളെക്കാൾ മുകളിലുള്ളവരിലേക്ക്, സമ്പത്തിന്റെ കാര്യത്തിൽ, പ്രൗഢിയുടെ കാര്യത്തിൽ, അധികാരത്തിന്റെ കാര്യത്തിൽ, ഭംഗിയുടെ കാര്യത്തിൽ, ദുനിയാവിന്റെ കാര്യത്തിൽ നിങ്ങളെക്കാൾ ഉയർന്നവരിലേക്ക് നിങ്ങൾ നോക്കരുത്. വലാ തൻദുറൂ ഇലാ മൻ ഹുവ ഫൗഖകും ഫഹുവ അജ്ദറു അൻ ലാ തസ്ദറു നിഅമത്തല്ലാഹി അലൈക്കും, നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്ക് നിങ്ങൾ നോക്കിയാൽ, മുകളിലുള്ളവരിലേക്ക് നിങ്ങൾ നോക്കാതിരുന്നാൽ നിങ്ങൾക്ക് അല്ലാഹു തന്ന നിഅമത്തിന്റെ വലുപ്പം നിങ്ങൾക്ക് മനസ്സിലാകും. പടച്ച റബ്ബ് നിങ്ങൾക്ക് തന്ന അനുഗ്രഹത്തിന്റെ വലുപ്പം നിങ്ങൾക്ക് ബോധ്യപ്പെടും. എന്തുണ്ടെങ്കിൽ നിങ്ങൾ അല്ലാഹുവിനെ തൃപ്തിപ്പെടുന്ന ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിലും അതുപോലെ തന്നെ നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കിയാൽ, ചോർന്നൊലിക്കുന്ന വീടാണ് എന്റെ വീടെങ്കിൽ ഞാൻ എന്റെ മനസ്സ് വേദനിക്കുന്നു, പടച്ച റബ്ബേ എനിക്കൊരു നല്ല വീട് വേണം, എനിക്ക് ഈ ചോർന്നൊലിക്കുന്ന വീട് മാറി നല്ലൊരു വീട് വേണം, എന്റെ മക്കൾക്ക് ചോർന്നൊലിക്കുന്ന വീടല്ലാത്ത നല്ലൊരു വീട് കിട്ടണം. റബ്ബിനോട് പ്രാർത്ഥിക്കാം, പ്രയത്നിക്കാം സഹോദരങ്ങളെ. പക്ഷേ അതൊരു പരാതിയായി ജീവിതത്തിൽ എന്നും അതൊരു പ്രശ്നമായി നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ടോ? നമ്മൾ ചിന്തിക്കേണ്ട ഒരു വാചകം എന്തെന്നറിയുമോ? തൊട്ടടുത്ത മഞ്ചേരി അങ്ങാടിയിൽ വൈകുന്നേരം ഒന്ന് ഇറങ്ങിച്ചെല്ലുമ്പോ ഈ കടയുടെ സെറ്റൊന്ന് താഴ്ത്തിയാൽ ഈ കടത്തിണ്ണയിൽ ഒന്ന് അന്തിയുറങ്ങാമായിരുന്നു എന്ന് പ്രതീക്ഷിക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട് ഭൂമിയിൽ. അങ്ങനെയുള്ളവരിലെ ഒന്ന് നോക്കിയാൽ മതി. എന്റെ ചോർന്നലിക്കുന്ന കൂര എനിക്ക് മണിമാളികയായി അനുഭവപ്പെടാൻ ആ ഒരൊറ്റ നോട്ടം മതി. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്ക് നിങ്ങൾ നോക്കണം. സഹോദരങ്ങളെ, അതിൽ തൃപ്തിപ്പെടാൻ കഴിയും. തൃപ്തി മാത്രമല്ല, ആ തൃപ്തിയോടുകൂടി എന്റെ പോക്കറ്റിലുള്ള ചില്ലറ പൈസക്ക് പോലും എന്റെ റബ്ബിന് ശുക്ർ പറയാൻ സഹോദരങ്ങളെ നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ട വിഷയം. ഡൈനിങ് ടേബിളുകൾ നിറയെ ഭക്ഷണത്തളികകൾ നിറച്ചു വെച്ചാലും നമ്മുടെ മനസ്സിൽ പോരാ എന്ന ചിന്തയാണ്. ഒരതിഥി വീട്ടിലേക്ക് വന്നാൽ അതിഥിക്ക് ഭക്ഷണം വിളമ്പി വെച്ചു കൊടുത്താൽ അതിഥിക്ക് വിളമ്പിക്കൊടുത്തത് പോരാ എന്ന് തോന്നുമ്പോ ഫലസ്തീനിന്റെ മണ്ണിൽ വേദന അനുഭവിക്കുന്ന മുസ്ലിമീങ്ങളെ നമ്മൾ ഓർക്കണം. അതേ, നാടുകളിൽ നമ്മുടെ അയൽപക്കത്ത് പോലും പട്ടിണി കിടക്കുന്നവരുണ്ടാകാം.
അവരിലേക്ക് നമ്മുടെ മനസ്സുകൾ പോകണം. അപ്പോ പടച്ച റബ്ബ് തന്നതിന്റെ വലുപ്പം നമുക്ക് ബോധ്യപ്പെടും. നിങ്ങൾക്കറിയുമോ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രങ്ങൾ നമുക്ക് കാണാം. നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നമുക്ക് കാണാം. എത്രയും പ്രയാസപ്പെട്ടും വേദനകൾ അനുഭവിച്ചും ഇത്തിരി നോക്കൂ, രാത്രി ഉറക്കം വരാതെ രാത്രി കിടന്നുറങ്ങുന്ന റസൂലുള്ളാഹ് ഉറക്കം വരുന്നില്ല. പട്ടിണിയുടെ കാഠിന്യം കൊണ്ട് ഇബാദത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉറക്കം വരുന്നില്ല. രാത്രി പുറത്തിറങ്ങി നടക്കാൻ അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ് മൂന്നാളുകളും ഇറങ്ങി. മൂന്നാളുകളും വഴിയിൽ വെച്ച് കണ്ടുമുട്ടുന്നു. അർദ്ധരാത്രി, ആരും പുറത്തിറങ്ങാത്ത സമയം മൂന്നാളുകളും മനസ്സൊന്ന് റിലാക്സായി ഒന്ന് നടക്കുകയാണ്. അൻസാരി സഹാബിയുടെ ഈത്തപ്പഴത്തോട്ടത്തിന്റെ ചാരത്തെത്തുമ്പോ അൻസാരി സഹാബി ചോദിക്കുന്നു, എന്തേ നബിയെ ആരും ഇറങ്ങാത്ത ഈ രാത്രിയിൽ എന്തേ റസൂലേ നിങ്ങൾ ഇറങ്ങിയത്? ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലാഹ്, റബ്ബിനെ തന്നെയാണ് സത്യം, ഈ കാരണം കൊണ്ടാണ് അബൂബക്കറും ഇറങ്ങിയത്, ഉമറും ഇറങ്ങിയത്, ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ്. നോക്കൂ നിങ്ങൾ, പട്ടിണിയാണ്, വേദനയാണ്, ഉറക്കം വരുന്നില്ല. ഇറങ്ങി നടന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിലേക്ക് ഈത്തപ്പഴം പറിച്ചു കൊടുക്കുന്നു. മഹാനായ സ്വഹാബി ഈത്തപ്പഴം പറിച്ചിട്ട് റസൂലുള്ളാഹിന്റെ കയ്യിലേക്ക് കൊടുത്തു. അബൂബക്കറിന്റെ കയ്യിലേക്ക് ഒരു പിടി കൊടുത്തു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹും വറദുൻ അവരുടെ കൈകളിലേക്ക് ആ അൻസാരി സ്വഹാബി കൊടുക്കുമ്പോ ആ ഈത്തപ്പഴത്തിലേക്ക് നോക്കി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിതുമ്പാൻ തുടങ്ങി. അബൂബക്കർ റളിയല്ലാഹു അൻഹു കഴിക്കാൻ തുടങ്ങി. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കഴിക്കാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂൽ ഈത്തപ്പഴത്തിലേക്ക് നോക്കി കണ്ണുനീരൊലിപ്പിക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയേ, എന്തേ റസൂലേ നിങ്ങൾ ഇത്ര നേരം പട്ടിണി കിടന്ന നമുക്ക് ഈ ഒരു സംഭവം ഈത്തപ്പഴം കയ്യിലേക്ക് കിട്ടിയപ്പോ എന്തേ റസൂലേ നിങ്ങൾ കരയുന്നത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറുപടി, ഇത്ര നേരം പട്ടിണി കിടന്ന് നമുക്ക് അല്ലാഹു ഇത് നൽകിയില്ലേ അബൂബക്കറെ? അല്ലാഹു ഇത് നൽകിയില്ലേ സ്വഹാബ? എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞൊരു വാക്കുണ്ട്, സുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. അല്ലാഹു നൽകിയ ഈ നിഅമത്തിന് ഞാൻ എന്റെ റബ്ബിന്റെ കോടതിയിൽ മറുപടി പറയണ്ടേ? ഞാൻ തിന്നുന്ന അന്നത്തിന് എന്റെ റബ്ബിന്റെ കോടതിയിൽ മറുപടി പറയണം. തൃപ്തിയില്ലാത്ത മനസ്സുണ്ടോ? ശുക്ർ പറയാത്ത മനസ്സുണ്ടോ? അങ്ങനെയുള്ള മനസ്സുള്ള ആളുകളെ ഗൗരവമായി ആലോചിക്കണം. ഡൈനിങ് ടേബിളുകൾ നിറച്ചു വെച്ചിട്ടും പോരാ എന്ന് തോന്നുമ്പോ ഓർക്കണം നമ്മൾ ഈ ചരിത്രങ്ങൾ. എന്റെ ഡൈനിങ് ടേബിളിലെ ഭക്ഷണത്തിന് എന്റെ റബ്ബിന്റെ കോടതിയിൽ ഞാൻ പറയണം എണ്ണി എണ്ണി മറുപടി. അതിൽ നിന്നൊരു വച്ച് കളയാതെ ഞാൻ ഉണ്ടാക്കിയത് ഹലാലായ രൂപത്തിൽ, അതേ തൃപ്തിപ്പെട്ട രൂപത്തിൽ ആവണമെങ്കിൽ അല്ല തന്നതിനെ പൂർണ്ണമായി തൃപ്തിപ്പെടാം. അത് കൂടുതലാവാം, അത് കുറവാകാം, അത് തീരെ ഇല്ലാതെയാവാം, ഒരു മീഡിയം ലെവലിലാവാം നമ്മുടെ കൈകളിലുള്ളത്. അതിന് നമ്മൾ അല്ലാഹുവോട് മറുപടി പറയണമെന്ന ചിന്ത വേണം. അതുകൊണ്ട് ആ ബോധമുണ്ടെങ്കിൽ അള്ളാഹു തന്നതിനെ പൂർണ്ണമായി തൃപ്തിപ്പെടാൻ കഴിയും. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. മൂന്നാമത്തെ വിഷയം, നിനക്കൊരു പൂർണ്ണമായ മുഅ്മിനാവാൻ സാധിക്കണമെങ്കിൽ നീ നിന്റെ അയൽവാസിക്ക് നന്മ ചെയ്യും. അയൽവാസിക്ക് നന്മ ചെയ്താൽ നിന്റെ അയൽവാസിക്ക് നന്മ ചെയ്യണം. അഹ്സിൻ ഇലാ ജാരിക്, അയൽവാസിക്ക് ഉപകാരം ചെയ്യുന്ന മനസ്സുണ്ടാവണം നിനക്ക്. എങ്കിൽ തകുൻ മുഅ്മിന, നിനക്കൊരു മുഅ്മിനായി മാറാം. ഒരു മുഅ്മിനിന്റെ ക്വാളിറ്റിയാണ് അയൽവാസിയുമായി ഉള്ള ഈ ഒരു ബന്ധം. അയൽപ്പക്ക ബന്ധം മുറിച്ചു കളയാനുള്ള ബന്ധമല്ല. നിസ്സാരമായ പ്രശ്നങ്ങൾ പറഞ്ഞ് അയൽപ്പക്ക ബന്ധങ്ങളെ മുറിച്ചു കളയുന്ന ആളുകളുണ്ട്. الذين ينقضون عهد الله من بعد ميثاقه ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك هم الخاسرون. അല്ലാഹു കൂട്ടിച്ചേർക്കാൻ പറഞ്ഞ, വിളക്കി ചേർക്കാൻ പറഞ്ഞ ബന്ധങ്ങളെ മുറിച്ചു കളയുന്നവർ അവരാണ് ഭൂമി ലോകത്തെ നികൃഷ്ടന്മാരായ ആളുകളെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ബന്ധത്തിൽ കുടുംബ ബന്ധം പെടും, അയൽപ്പക്ക ബന്ധം പെടും, ആദർശ ബന്ധം പെടും. ഈ മൂന്ന് ബന്ധങ്ങളും ഇതിൽ പവിത്രമാണ്. സഹോദരങ്ങളെ, ഈ മൂന്ന് ബന്ധങ്ങളും പവിത്രമാണെങ്കിൽ അയൽപ്പക്ക ബന്ധത്തെ ഒരു കാരണവശാലും നമ്മൾ മുറിച്ചു കളയരുത്. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, മിമ്പറിൽ നിന്നുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹിന്റെ വാക്ക്, സഹാബികളെ, ഇന്നലെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്റെ അടുക്കലേക്ക് വന്നു. അയൽപ്പക്ക ബന്ധത്തിൽ അയൽവാസിയോട് ഞാൻ ചെയ്യേണ്ട കടമകളും കടപ്പാടുകളും
ജിബ്രീൽ എനിക്ക് ഓരോന്നോരോന്നായി വിശദീകരിച്ചു തന്നു. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വിശദീകരണം കേട്ട് എനിക്ക് തോന്നിപ്പോയി, എന്റെ അനന്തരാവകാശ സ്വത്തിൽ നിന്ന് അയൽവാസിക്ക് പങ്കുണ്ട് എന്നെങ്ങാനും ജിബ്രീൽ പറയുമോ എന്ന് അതുവരെ എനിക്ക് തോന്നിപ്പോയി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കിങ്ങൾ എങ്ങനെ അയൽവാസിക്ക് എന്റെ അനന്തരാവകാശ സ്വത്തിൽ പങ്കുണ്ടോ എന്ന് എന്നെങ്ങാനും ജിബ്രീൽ പറയുമോ എന്നെനിക്ക് തോന്നിപ്പോകുമാറ് അയൽപ്പക്ക ബന്ധത്തിന്റെ മഹിമ വിശദീകരിച്ചു. അവിടെ ജാതി പറഞ്ഞിട്ടില്ല, അവിടെ മതം പറഞ്ഞിട്ടില്ല, അവിടെ വർഗം പറഞ്ഞിട്ടില്ല. അയൽവാസി ആരാവട്ടെ ഉപകാരം ചെയ്യുന്ന മനസ്സുണ്ടാവണമെന്ന ഹബീബായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്. അതുകൊണ്ട് നെഞ്ചിലേറ്റാം സഹോദരങ്ങളെ, ഹൃദയത്തിൽ കൊത്തിവെക്കാം ഈ ഒരു വാക്കിനെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഈ വാചകത്തെ നാലാമത്തെ ഉപദേശം നോക്കൂ. വഅഹിബ്ബ ലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക് തകുൻ മുസ്ലിമാ. നിനക്കൊരു മുസ്ലിമായി മാറണോ? വഅഹിബ്ബ ലിന്നാസ് മാ തുഹിബ്ബു ലിനഫ്സിക്. നിനക്ക് ഇഷ്ടപ്പെട്ടത് നിന്റെ സഹോദരനും ഇഷ്ടപ്പെടണം. ഇഷ്ടപ്പെട്ടത് നിന്റെ സഹോദരനും ഇഷ്ടപ്പെട്ടാൽ നിനക്കൊരു മുസ്ലിമായി മാറാം. ഒരു മുസ്ലിമായി മാറാനുള്ള ഏറ്റവും വലിയ ക്വാളിറ്റി എന്താ അവിടുത്തെ പ്രയോഗം? എന്തവിടുത്തെ പ്രയോഗം എന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക്, നിന്റെ കയ്യിലുള്ള സമ്പത്ത് ദാനധർമ്മം ചെയ്യുന്ന മനസ്സ് നിനക്കുണ്ടാവണം. നിന്റെ കയ്യിലുള്ള സമ്പത്ത് നിനക്ക് ഇഷ്ടപ്പെട്ടതാണ്. നിനക്ക് ആവശ്യമുള്ള സമയത്ത് നിന്നിലേക്ക് കൈനീട്ടി വരുന്നവനെ നീ മടക്കി വിടരുത്. സ്വദഖ ചെയ്യാനുള്ള പ്രചോദനം, ദാനധർമ്മം ചെയ്യാനുള്ള പ്രചോദനം. ഖുദ് മിൻ അംവാലിഹിം സ്വദഖ തുതഖിറുകും വതുസക്കീഹിം ബിഹാ. നമ്മുടെ ജീവിതം ശുദ്ധീകരിക്കാനും സമ്പത്ത് ശുദ്ധീകരിക്കാനും പറ്റുന്ന ഏറ്റവും നല്ല മാർഗമാണ് ദാനധർമ്മത്തിന്റെ മാർഗം. പ്രയാസമുള്ള സമയത്ത് എടുത്തു കൊടുക്കുക. റസൂലുള്ളാഹിന്റെ സദസ്സിൽ സ്വഹാബികൾ വട്ടത്തിലിരിക്കുന്നു ദീന് കേട്ടുകൊണ്ട്. ഒരു സ്വഹാബി എഴുന്നേറ്റ് നിന്നിട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു, റസൂലേ, ഇന്ന് ഞാൻ നിങ്ങളുടെ വീട്ടിലെ അതിഥിയാണ്, ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് അതിഥിയായി വരികയാണ്. ഹബീബായി റസൂലുള്ളാഹിന്റെ വീട്ടിൽ ചെന്നാൽ എന്തെങ്കിലും ഭക്ഷണം കിട്ടുമോ എന്നായിരിക്കും അള്ളാഹിന്റെ റസൂലിനോട് പറഞ്ഞ വാക്ക്. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ എന്ന് തലയാട്ടുകയും സഹാബികളെ വിളിച്ചിട്ട് റസൂലുള്ള പറഞ്ഞു, സ്വഹാബത്തിനോട് പറഞ്ഞു, ഏതെങ്കിലും ഒരു ഭാര്യയുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ഭക്ഷണം ഉണ്ടോ എന്നൊന്ന് പരിശോധിക്കാൻ. സഹാബികൾ പോയി. സ്വഹാബത്ത് തിരിച്ചു വന്നിട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു, റസൂലേ, വെള്ളമല്ലാത്തതൊന്നും വീട്ടിലില്ലല്ലോ നബിയെ, ഒരു വീട്ടിലും ഒരു ഭാര്യയുടെ അടുക്കലുമില്ല, എന്താ ചെയ്യാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരെ മുന്നിലിരിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്ക് നോക്കി. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ള നോക്കിയപ്പോൾ ഞാൻ തല താഴ്ത്തി. അബൂബക്കർ റളിയല്ലാഹു അൻഹു തല താഴ്ത്തി എന്തിനറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോട്ടത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായി, എന്ത് കൊണ്ടുപോകുമോ അബൂബക്കറെ എന്റെ അതിഥിയെ എന്ന നോട്ടമാണ് റസൂലുള്ളാഹിന്റെ നോട്ടമെന്ന്. പട്ടിണി കിടക്കുന്ന ഭാര്യയുടെ മുന്നിലേക്ക് എങ്ങനെ കൊണ്ടുപോകാനാ റസൂലുള്ളാഹിന്റെ അതിഥിയെ? ഓരോ സഹാബികളിലേക്ക് നോക്കിയപ്പോ അബൂ തുൽഹത്തുൽ അൻസാരി എഴുന്നേറ്റ് നിന്നു. ഒരു കാലത്ത് സമ്പന്നനായിരുന്നു അബൂ തുൽഹത്തുൽ അൻസാരി പിന്നീട് ദരിദ്രനായി മാറുന്നത് ചരിത്രത്തിൽ കാണാം. അബൂ തുൽഹത്തുൽ അൻസാരി എഴുന്നേറ്റ് നിന്നിട്ട് റസൂലുള്ളാഹിന്റെ പ്രയാസം കണ്ടിട്ട് പറഞ്ഞു, റസൂലേ, ഞാൻ ഏറ്റെടുത്തോളാം നിങ്ങൾ അതിഥിയെ, ഞാൻ കൊണ്ടുപോയിക്കോളാം. കൈപിടിച്ച് കൊണ്ടുപോകാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് റസൂലുള്ള കൈ കൊടുത്ത് ഏൽപ്പിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരിത്തിരി ഗോതമ്പിന്റെ ഭക്ഷണം ഉണ്ട് അവിടെ. ആതിഥ്യ മര്യാദയിൽ പോലും വലിയ പാഠം. മക്കൾ ഉണർന്നാൽ മക്കൾക്ക് കൊടുക്കാനുള്ളതാണ്. ഉള്ളത് എടുത്തു വെക്കാൻ പറഞ്ഞു അബൂ തുൽഹ റളിയല്ലാഹു അൻഹു എടുത്തു വെക്കാൻ പറഞ്ഞിട്ട് ഭാര്യയോട് പറഞ്ഞു, ആദ്യം നീ ഭക്ഷണം വെക്കണം, രണ്ടാമത് വിളക്ക് വെക്കണം, തിരിച്ചു പോരുമ്പോൾ വിളക്ക് ഊതിയിട്ടുണ്ട് പോര്, തിരിച്ചു പോരുമ്പോൾ വിളക്കൂതിയിട്ട് പോര്. അതിഥിയുടെ കൂടെ ഞാനും ഇരുന്നിട്ടില്ലെങ്കിൽ അതിഥിയുടെ മനസ്സ് വേദനിക്കും. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ അതിഥിയാണ്, മനസ്സ് വേദനിപ്പിക്കാൻ പറ്റൂല. ഉള്ളത് അതിഥി കഴിക്കട്ടെ, ഞാൻ വെറുതെ അവിടെ കൈയിട്ടിരുന്നോളാം. അബൂ തുൽഹത്തുൽ അൻസാരി കൈയിട്ട് അവിടെ ഇരുന്നു ഭക്ഷണത്തിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതിഥി ഭക്ഷണം കഴിച്ച് ഉള്ളത് കഴിച്ചിട്ട് അദ്ദേഹം മടങ്ങി. പിറ്റേ ദിവസം സുബഹിക്ക് വിശന്നൊട്ടിയ വയറുമായി അബൂ തുൽഹ റസൂലുള്ളാഹിന്റെ പള്ളിയിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ തുൽഹയെ കണ്ടിട്ട് എഴുന്നേറ്റുന്നു. എന്നിട്ട് അബൂ തുൽഹനെ അടുത്തേക്ക് വിളിച്ച് രണ്ട് ഷോൾഡറിലും കൈവച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ തുൽഹ, ഇന്നലെ നീ കാണിച്ച ആതിഥ്യ മര്യാദ കണ്ട് അല്ലാഹ് പോലും സന്തോഷിച്ചു മോനെ അബൂ തുൽഹ. ഇതാണ് സഹോദരങ്ങളെ അവർ ചെയ്ത ദാനധർമ്മത്തിന്റെ മഹിമ. ഉള്ളതിൽ നിന്ന് വിശക്കുന്നവനെ എടുത്തുകൊടുത്ത ചരിത്രം ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാം. അതുകൊണ്ട് ദാനധർമ്മത്തിന് പ്രചോദനം നൽകുന്ന മഹാനായ റസൂലുള്ളാഹിന്റെ ഈ ഉപദേശം, അഹിബ്ബ ലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക തകുൻ മുസ്ലിമ. ഒരു മുസ്ലിമായ ഒരു വ്യക്തിയുടെ ക്വാളിറ്റിയാണ് ഉള്ളതിൽ നിന്ന് വിഹിതിച്ച് ആവശ്യക്കാർക്ക് കൊടുക്കുന്ന മനസ്സ്, ദാനധർമ്മം ചെയ്യുന്ന മനസ്സ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള മനസ്സുള്ള ഉടമകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഊസീകും സാനിയം ബിത്തഖ്വല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരോടും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപദേശങ്ങളിലെ 5 ഉപദേശങ്ങളിലെ 4 ചുരുങ്ങിയ രൂപത്തിൽ മനസ്സിലാക്കിയത്. ഹറാമുകളെ സൂക്ഷിക്കണം, അള്ളാഹു തന്നതിനെ തൃപ്തിപ്പെട്ട് ജീവിക്കണം, അയൽവാസിക്ക് നന്മ ചെയ്യണം, ദാനധർമ്മം ചെയ്യാനുള്ള മനസ്സുണ്ടാവണം. 5ാമത്തെ വാക്ക് വലാ തുക്സിറുൽ ളഹിക്, നിങ്ങൾ അമിതമായി ചിരിക്കരുത്. ഇന്ന് ചിരിയും ആഹ്ലാദങ്ങളും ഒരു ഹോബിയായി സ്വീകരിച്ചൊരു തലമുറയാണ്. കോമഡി കണ്ട് ചിരിക്കാൻ, അത് ചിരിപ്പിക്കാൻ വേണ്ടി പലതും കോപ്രായങ്ങൾ ഉണ്ടാക്കുന്ന മനുഷ്യന്മാർ, ഷോർട്ട് വീഡിയോകൾ അതിനുവേണ്ടി ക്രമീകരിക്കുന്ന ആളുകൾ, എന്നിട്ട് ഈ ഷോർട്സും റീൽസും കണ്ടിങ്ങനെ ജീവിതം ഹാപ്പിയായ ഒരു ചിരിയുടെ ലോകത്ത് മാത്രം ജീവിതം മാറ്റുന്ന മനുഷ്യരുടെ ലോകമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മുന്നിലുള്ളത്. ഇവിടെ റസൂലുള്ളാഹിന്റെ ഈ ഉപദേശം എത്ര ഗൗരവമാണെന്ന് ചിന്തിക്കണം. വലാ തുക്സിറുൽ ളഹിക്, നിങ്ങൾ അമിതമായി ചിരിക്കരുത്. ചിരി എന്നതല്ല, അമിതമായ ആഹ്ലാദം നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടതല്ല. ചിരിക്കാം, പക്ഷേ റബ്ബിനെ മറന്നുകൊണ്ട് പുഞ്ചിരിക്കുക എന്നുള്ളത് സ്വതക്കയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ച നിമിഷത്തെക്കാൾ അള്ളാഹുവിന്റെ റസൂൽ റബ്ബിനെ ഓർത്ത് കരഞ്ഞ നിമിഷമാണ് റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ കൂടുതലും. അതുകൊണ്ട് വലാ തുക്സിറുൽ ളഹിക്, അമിതമായ ആഹ്ലാദം, ചിരി നിങ്ങൾക്ക് വേണ്ട. ഫഇന്നൽ ളഹിക തുമീതുൽ ഖൽബ്, അങ്ങനെ ചിരിച്ചും ആഹ്ലാദിച്ചും മാത്രം അള്ളാഹിനെ മറന്നൊരു ജീവിതം നിങ്ങൾ നയിച്ചാൽ നിങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നം എന്താണെന്നറിയോ? ഫഇന്നൽ ളഹിക തുമീതുൽ ഖൽബ്, നിങ്ങളുടെ മനസ്സ് മരവിച്ചു പോകും. നിങ്ങളുടെ മനസ്സ് മരവിച്ചു പോകും. മനസ്സ് മരവിച്ചാൽ, സഹോദരങ്ങളെ, മനസ്സ് മരവിച്ചാൽ 2 ദുരന്തങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാനുള്ളത്. ഒന്ന്, മരണചിന്ത നമുക്ക് നഷ്ടപ്പെടും. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. അക്സിറു ദിക്റ ഹാദിമിൽ ലസാത്തിൽ മൗത്ത്, ധാരാളം മരണത്തെക്കുറിച്ച് ചിന്തിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് മരണചിന്ത മനസ്സിൽ നിന്നില്ലാതെയായി പോകരുത്. എപ്പോഴും മരണത്തെക്കുറിച്ച് ഓർക്കണം. എന്നാലേ ഇബാദത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ പറ്റുള്ളൂ, എന്നാലേ ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ പറ്റുള്ളൂ, എന്നാലേ ജീവിതത്തിന്റെ മേഖലകളിൽ അലസതയില്ലാതെ വിശ്വാസ കർമ്മ മേഖലകളിൽ സൂക്ഷ്മത കൈവരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. മരണചിന്ത വേണം ജീവിതത്തിൽ. ഏത് നിമിഷവും നമ്മൾ മരിച്ചേക്കാം എന്ന ബോധം നമ്മുടെ മനസ്സിൽ വേണം. സഹോദരങ്ങളെ, അതില്ല, ആഹ്ലാദവും ചിരിയും മാത്രമാണ് ജീവിതമെങ്കിൽ ഈ മരണചിന്ത നഷ്ടപ്പെടുക മാത്രമല്ല, 2ാമത്തെ ഒരു പ്രത്യേകത എന്തരങ്ങൾ, നിഫാഖ് ഹൃദയത്തെ പിടികൂടും, കാപഢ്യം പിടികൂടും. കാപഢ്യം പിടികൂടുന്നതിനെ സ്വഹാബത്ത് വല്ലാതെ പേടിച്ചിട്ടുണ്ട്. നരകത്തിന്റെ അടിത്തട്ടിൽ മുനാഫിക്കുകളാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിന്റെ വചനമോദി പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലേ? ആ മുനാഫിക്കുകളിൽ നിന്ന് അല്ലാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറാവട്ടെ. നോക്കിങ്ങൾ, ആ നിഫാഖ് ഹൃദയത്തിലേക്ക് കടന്നു വരുന്ന ഒരു രംഗം ജീവിതത്തിൽ ഒരിക്കലും നമുക്കില്ലാതിരിക്കാൻ, അത്തരം അപകടങ്ങളിൽ ചെന്ന് പെടാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കുകയാണ്. അള്ളാഹിനെ ഓർത്ത് കരയുന്ന നിമിഷങ്ങൾ, അള്ളാഹുവിന്റെ നിഅമത്തുകളെ ഓർത്തുകൊണ്ട് റബ്ബിന് ശുക്ർ പറയുന്ന നിമിഷങ്ങൾ, ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനം. ആഹ്ലാദങ്ങളും ചിരികളും മാത്രമായി നമ്മുടെ ഈ ദുനിയാവിലെ ജീവിതം മാറരുത് എന്നർത്ഥം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഓടി വരുന്നുണ്ട്. ഹുദൈഫാന്റെ അടുക്കലേക്ക് റസൂലുള്ള ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. എന്താ ലിസ്റ്റ് അറിയോ? ഇന്ന ആളുകളൊക്കെ മുനാഫിക്കീങ്ങളാണ് ഹുദൈഫ. ആ മുനാഫിങ്ങളുടെ ലിസ്റ്റ് കിട്ടിയപ്പോൾ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് വന്നിട്ട് കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഹുദൈഫ, എന്റെ പേരെങ്ങാനും മുനാഫിക്കരുടെ ലിസ്റ്റിൽ റസൂലുള്ള എണ്ണിയിട്ടുണ്ടോ? കരഞ്ഞോണ്ടാ ചോദിക്കണേ. പറയാൻ പാടില്ല, രഹസ്യമാണ്, ആരൊക്കെയാണെന്ന് അറിയിക്കാൻ പാടില്ല. എന്നിട്ടും ചോദിക്കാണ്, ആരാണ്, എന്റെ പേരതിലുണ്ടോ? ഒന്ന് പറ ഹുദൈഫ. ചോദിക്കുന്നതാരാ സഹോദരങ്ങളെ? അൻത ഫാറൂഖ് യാ ഉമർ, ഉമറേ, സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കുന്നവനാണ് ഉമറേ താങ്കളെന്ന് റസൂലുള്ള സർട്ടിഫിക്കറ്റ് നൽകിയ സ്വർഗത്തിലെ 2ാമന്റെ ഉമറാണ്. സ്വഹാബികളെ, നിങ്ങളുടെ കൂട്ടത്തിലെ 2ാമൻ, സ്വർഗത്തിലെ 2ാമൻ ഉമറാണെന്ന് റസൂലുള്ള, അള്ളാന്റെ റസൂലിന്റെ നാവ് കൊണ്ട് സർട്ടിഫിക്കറ്റ് കിട്ടിയ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കാണ്, എന്റെ പേരെങ്ങാനും ആ ലിസ്റ്റിലുണ്ടോ? ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഉമറേ, നിങ്ങളുടെ പേരതിലില്ല. ആരുടെ പേരൊക്കെയാണ് അതിലുള്ളത് എന്ന് ദയവ് ചെയ്ത് എന്നോട് ചോദിക്കരുത്.
നോക്കി നിങ്ങൾ, അപ്പോഴാണ് അവിടുന്ന് മടങ്ങുന്നത്. സഹോദരങ്ങളെ, സ്വർഗത്തിലെ ഈ സ്ഥാനമുണ്ടെന്ന് റസൂലുള്ള പറഞ്ഞിട്ടും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അതിനെ പേടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെത്ര പേടിക്കണം, നമ്മളെത്ര ഭയപ്പെടണം. അതുകൊണ്ട് ഹൃദയത്തെ ഈമാൻ കൊണ്ട് നിറക്കാൻ, തഖ്വ കൊണ്ട് നിറക്കാൻ, പ്രാർത്ഥന കൊണ്ട് നിറക്കാൻ, ദിക്റുകൾ കൊണ്ട് നിറക്കാൻ, അല്ലാഹനെ ഓർത്തുള്ള ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖിനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. അസുഖം ബാധിച്ച് കിടക്കുന്ന ആളുകൾക്ക് അള്ളാഹു ഷിഫാഉൻ ആജിലിനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഖത്തറിലുള്ള ഹുസൈൻ എന്നൊരു സഹോദരൻ പ്രവാസിയാണ്. അദ്ദേഹം ഗുരുതരമായ അവസ്ഥയിൽ വെന്റിലേറ്ററിലാണ് എന്നറിയാൻ സാധിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രത്യേകം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് പരിപൂർണമായ ഷിഫാഇനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിലെ ഖൈർ അള്ളാഹു അദ്ദേഹത്തിന് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അള്ളാഹു മനക്കരുത്ത്, ഈമാനോടുകൂടി പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ പ്രശ്നങ്ങളിലും ഈമാനോടുകൂടി നേരിടാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ദീനിനെ മുറുകെ പിടിച്ചുകൊണ്ട്, ഖുർആനിനെയും സുന്നത്തിനെയും മുറുകെ പിടിച്ച് മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ, മുവഹ്ഹിദുകളുടെ കൂട്ടത്തിൽ, മുഖ്ലിസുകളുടെ കൂട്ടത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഈമാനോടെ ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ, മരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ രാജ്യം പ്രതിസന്ധിയുടെ ഘട്ടത്തിലാണ്. ഈ പ്രതിസന്ധി അനുഭവിക്കുന്ന രാജ്യത്ത് സമാധാനമുള്ള ഒരു ഭരണം അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സ്വസ്ഥതയുള്ളൊരു ജീവിതം ഈ രാജ്യത്തുള്ള മനുഷ്യർക്ക് അല്ലാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. രാജ്യത്തെ സ്നേഹിക്കുന്ന, ജനങ്ങളെ സ്നേഹിക്കുന്ന നല്ല ഭരണാധികാരികളെ അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أصلح حال إخواننا وأهلنا في فلسطين. اللهم أصلح حال إخواننا وأهلنا في فلسطين. اللهم أصلح حال إخواننا وأهلنا في فلسطين. اللهم طهر المسجد الأقصى. اللهم احفظ المسجد الأقصى. ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.